നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. അപകടത്തിന്റെ ആകർഷണ വലയം. കേരളത്തിൽ നിന്ന് പശ്ചിമേഷ്യൻ ഭീകര സംഘടനയിലേക്ക് കൂട്ടത്തോടെ കുടിയേറ്റം. 5 സ്ത്രീകൾ ഉൾപ്പെടെ 16 മലയാളികൾ IS ക്യാമ്പിലെത്തിയതായി സൂചന. ഭീകരസേനയിൽ അംഗങ്ങളായത് കാസർകോട്ട് നിന്ന് 12 പേരും പാലക്കാട്ട് സ്വദേശികളായ 4 പേരും. തൃക്കരിപ്പൂരിൽ നിന്ന് ഡോക്ടറും എഞ്ചിനീയറും IS ക്യാമ്പിലേക്ക് കടന്നത് ഭാര്യമാർക്കൊപ്പം. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ദുരൂഹ സാഹചര്യത്തിൽ നാട്ടിൽ നിന്ന് കാണാതായെന്ന് ബന്ധുക്കൾ. വിവരം സ്ഥിരീകരിച്ച് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ. സിറിയയിലെയും അഫ്ഗാനിസ്ഥാനിലെയും IS ക്യാമ്പുകളിലേക്ക് മലയാളി സംഘം എത്തിയത് ഈജിപ്ത് വഴി. നാട്ടിൽ നിന്ന് കാണാതായവരിൽ ഒരാൾ മുംബൈയിൽ തുടരുന്നതായും റിപ്പോർട്ട്. ഇയാൾക്കായി രഹസ്യാന്വേഷണ സംഘത്തിന്റെ തിരച്ചിൽ ഊർജിതം. ഭീകര ക്യാമ്പിലെത്തിയവർ നാട്ടിലേക്ക് അയച്ച സന്ദേശങ്ങളിൽ IS അനുകൂല പരാമർശങ്ങൾ. കേരളത്തിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റിനു പിന്നിൽ പ്രൊഫഷണൽ സംഘങ്ങളെന്നും സൂചന. സംസ്ഥാനം അതിജാഗ്രതയിൽ. തോൽവിയുടെ വഴി തേടി. താനൂരിലെ തോൽവിയും വോട്ട് ചോർച്ചയും മുഖ്യ ചർച്ചയാക്കി മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് കോഴിക്കോട്ട് തുടക്കം. തിരിച്ചടി നേരിട്ട മണ്ഡലങ്ങളിലെ പാർട്ടി ഘടകം തയ്യാറാക്കിയ റിപ്പോർട്ടിന്മേൽ വിശദാവലോകനം. പാളിച്ചകൾ പരിശോധിച്ച് അനന്തര നടപടി തീരുമാനിക്കും. കോഴിക്കോട് ലീഗ് ഹൌസിൽ ചേരുന്ന യോഗം മോദി സർക്കാരിന്റെ ഹിന്ദുത്വ അജണ്ടയും ചർച്ചാ വിഷയമാക്കും. ഏകീകൃത സിവിൽ കോഡിനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ പ്രതിരോധ നിര സജ്ജമാക്കാനും ഒരുക്കം. ഇക്കാര്യത്തിൽ പ്രവർത്തക സമിതി പ്രമേയം പാസാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേരിട്ട കനത്ത പരാജയത്തിന് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് കാരണമായെന്ന വാദം യോഗത്തിൽ ചില നേതാക്കൾ ഉന്നയിക്കും. വിഷയം മുന്നണി യോഗത്തിൽ ഉന്നയിക്കുന്ന കാര്യവും പരിഗണിക്കും. 2 ദിവസത്തെ യോഗം നാളെ സമാപിക്കും. തോറ്റുപോകാത്ത തെളിവുകൾ. KM മാണി പ്രതിയായ ബാർക്കോഴ കേസിൽ വിജിലൻസ് പുനരന്വേഷണത്തിന് നീക്കം. തുടരന്വേഷണമാകാമെന്ന് വിജിലൻസ് ഡയറക്ടർക്ക് നിയമോപദേശം. ഇക്കാര്യത്തിൽ ജേക്കബ് തോമസ് കോടതിയുടെ അനുമതി തേടുമെന്ന് റിപ്പോർട്ട്. ബാർക്കോഴയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP R സുകേശന്റെ വീഴ്ചകൾ പരിശോധിക്കും. കേസിൽ തെളിവായി ബാർ അസോസിയേഷൻ നേതാവ് ബിജു രമേശ് സമർപ്പിച്ച ശബ്ദരേഖ പരിശോധിക്കാനുള്ള കോടതി നിർദ്ദേശം സുകേശൻ അവഗണിച്ചതായി വിലയിരുത്തൽ. എഡിറ്റ് ചെയ്ത ശബ്ദരേഖ പരിശോധിക്കേണ്ടെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിലപാടിൽ അപാകത ഉണ്ടെന്ന് വിജിലൻസ് നിയമോപദേഷ്ടാവ്. അടുത്തയാഴ്ച ബാർ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വരുമ്പോൾ കോടതിയിൽ നിലപാട് വ്യക്തമാക്കാൻ ജേക്കബ് തോമസ്. പാളിപ്പോയ പടയൊരുക്കം. സുധീരനെതിരായ പടനീക്കം പാളിയതിന്റെ ജാള്യത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് നേതാക്കൾ. രാഹുലിന്റെ സുധീര പക്ഷപാതത്തിൽ നേതാക്കൾ സോണിയയെ അതൃപ്തി അറിയിച്ചതായി റിപ്പോർട്ട്. പുനഃസംഘടനാ കാര്യത്തിൽ സോണിയയുമായി സുധീരന്റെയും കൂടിക്കാഴ്ച. പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിന്റെ പേരിൽ രാഹുലിന്റെ അന്ത്യശാസനം വന്നെങ്കിലും പുനഃസംഘടനയിൽ തീരുമാനമകലെ. മാറ്റത്തിന്റെ ഘടനയും സമയവും AICC നിശ്ചയിക്കും. വിശദ ചർച്ചയ്ക്ക് രാഹുൽ കേരളത്തിൽ നിന്നുള്ള MP മാരുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധീരനെ മാറ്റിയേ തീരൂ എന്ന നിലപാട് മയപ്പെടുത്താതെ സംയുക്ത ഗ്രൂപ്പ് നീക്കം. ഗ്രൂപ്പ് വിരുദ്ധനെന്നു പറയുന്ന സുധീരൻ ഫലത്തിൽ ശ്രമിക്കുന്നത് 3ാം ഗ്രൂപ്പിനെന്നും നേതാക്കളുടെ പരാതി. പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് തീരുമാനം ജൂലൈ അവസാനത്തോടെ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.